ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശു സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. आज की यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूँ। यीशु मसीह के प्रेम भरे, दया भरे और अनुग्रह भरे नाम से आप सबका स्वागत है। എൻ്റെ പേര് ഹരീഷ് ഇതിരത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഫരീദാബാദിൽ, ഹരിയാനയിൽ, ഡൽഹിക്ക് അടുത്തുള്ള ഹരിയാനയിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങേയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. നോർത്ത് ഇന്ത്യ സുവിശേഷം അറിയട്ടെ. ഹരിയാനയിലെ ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. പുതിയ ഗവൺമെന്റ് അതേ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഹരിയാനയിലെ എല്ലായിടവും നടന്ന് ഹരിയാനയുടെ ക്യാപിറ്റലായ ചണ്ഡീഗഡിൽ പോയി, കർണാൽ, പാനിപ്പത്ത്, സോനിപ്പത്ത്, ഫരീദാബാദിലെ പല പല സ്ഥലങ്ങളിൽ നടന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ 22 ഡിസ്ട്രിക്റ്റുകളിൽ കർത്താവിൻ്റെ അഭിഷേകമുള്ള കർത്താവ് വച്ചിരിക്കുന്ന ആളുകൾ മാത്രമേ വരത്തുള്ളൂ. സോ എൻ്റെ വിശ്വാസമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും നമ്മളൊരു പാർട്ടിക്കും എതിരുമല്ല, ഒരു പാർട്ടിയുടെയും കൂടെയല്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് രാജാക്കന്മാരെയും എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് കർത്താവ് തമ്പുരാനായ ദൈവമാണ്. സോ ദൈവം അപ്പോയിന്റ് ചെയ്യാതെ ആർക്കും വരാൻ പറ്റത്തില്ല. സോ ഇത് ദൈവം തന്ന ഗവൺമെന്റ് ആണ്. സോ എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാന്റെ ഡയറക്ഷനിലാണ് നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഗവൺമെന്റുകൾ കൂടെ കർത്താവിന്റെ രാജ്യത്തിനും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക. ഹരിയാനയും നോർത്ത് ഇന്ത്യയിലെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങേ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. इनका नाम हरीश है और मेरा नाम रति है। हम दोनों मिलके फरीदाबाद में जो हरियाणा स्टेट में पड़ता है वहाँ मिलके हम सेवकाई करते हैं। जैसे आप जानते हैं कि हाल ही में अभी पिछले कुछ दिनों में हरियाणा में इलेक्शंस हुए थे और रिजल्ट जो है अनाउंस हो चुका है। और हमें एक मसीह हो के ये जानना बहुत ज़रूरी है कि हम किसी एक पार्टी के लिए प्रार्थना नहीं करते। हम ये प्रार्थना करते कि परमेश्वर तेरी ओर से जो नियुक्त पार्टी है वो आए और वो अधिकार में आए। और पिछले कुछ दिनों जैसे हरियाणा का इलेक्शन जब अनाउंस हुआ था तो हम पूरी टीम मिलके हम हरियाणा के अलग अलग डिस्ट्रिक्ट्स में गए। जैसे हरियाणा में 22 डिस्ट्रिक्ट हैं, तो हरियाणा का जो कैपिटल चंडीगढ़ है वहाँ जाके हम लोगों ने प्रार्थना किया और अलग अलग डिस्ट्रिक्ट्स में हमने प्रार्थना किया और परमेश्वर का फेवर को, परमेश्वर के अनुग्रह को इन 22 डिस्ट्रिक्ट के ऊपर मांगा। और हम जानते हैं कि ये जो अधिकार, ये जो पार्टी अभी आई है वो परमेश्वर की ओर से है और परमेश्वर बड़े बड़े कार्य करने को जा रहा है। और हम जानते हैं वचन में लिखा है जो ऋतु हैं वो परमेश्वर की ओर से ही चेंजेस होते हैं। जो राजाएं बैठते हैं वो परमेश्वर की ओर से ही बैठते हैं। और ये समय जो नियुक्त किया गया है वो पार्टी आके बैठी है और परमेश्वर अद्भुत कार्य को करने जा रहा है, ये हम विश्वास करते हैं। हालेलूया. നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ അപ്ഡേറ്റും കാര്യങ്ങളും ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിൽ എന്തൊക്കെ സുവിശേഷങ്ങൾ നടത്തുന്നു, ചർച്ചിൽ നിന്ന് അപ്ഡേറ്റുകൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 9711876717, ഈ താഴെ കാണിച്ച നമ്പർ, അതിലൊരു വാട്സപ്പ് ഇട്ടാൽ മതി. പ്രാർത്ഥന വിഷയം വാട്സപ്പ് ഇടുക. നിങ്ങൾക്ക് ഞങ്ങളുമായി ഒരു ടച്ചിലിരിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും അത് വാട്സപ്പ് ഇടുക. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റുകളും പല പല ഫോട്ടോസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും, വചനങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് വാട്സപ്പ് ഇടുക. और अगर आप व्हाट्सएप इस्तेमाल करते हैं और आपको चर्च की तरफ से, टेम्पल ऑफ द मोस्ट हाई गॉड चर्च की तरफ से, या जैसे आप ये एपिसोड देख रहे हैं यीशु में समृद्धि का जो एपिसोड है ये आप देख रहे हैं, अगर आपको अधिक जानकारी चाहिए तो नीचे दिए गए नंबर जो है 9711876717, इस पे आप एक व्हाट्सएप कर सकते हैं और इसमें कलीसिया का जानकारी जो है आपको व्हाट्सएप के माध्यम के द्वारा दिया जाएगा। अपने प्रार्थना विषय को आप इसी व्हाट्सएप नंबर पे आप वॉइस रिकॉर्डिंग के रूप में या आप लिखित रूप में आप भेज सकते हैं और मैं आपके लिए प्रार्थना करूंगा। हालेलूया. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വേർഡാണ്. ഞാൻ പ്രാർത്ഥനയിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ശബ്ദമാണ്, ഗ്രേറ്റ് റീസ്റ്റോറേഷൻ ഈസ് കമ്മിങ്. രണ്ടാമത് ഒരു പുനർസ്ഥാപന, അല്ലെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ ഒരു റീസ്റ്റോറേഷൻ്റെ വേർഡ്, രണ്ടാമത് ഒന്നുകൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ അനുഗ്രഹങ്ങളും ചില കാര്യങ്ങളെയൊക്കെ ദൈവം വീണ്ടും സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളത്. और पिछले कुछ दिनों जब मैं परमेश्वर की संगति में बैठा था, मैं प्रार्थना में बैठा था, तो मैंने एक शब्द को सुना जो पवित्र आत्मा मुझसे बार बार कहे जा रहा था कि एक बड़ी पुनर्स्थापना का समय जो है वो आने वाला है, अ ग्रेट टाइम ऑफ रिस्टोरेशन। वो मैंने अपने आत्मा में उस शब्द को सुना और उसी के बारे में आज इस एपिसोड के द्वारा उसी के बारे में आज हम सीखेंगे। 2:25 ജോയൽ നബിയുടെ അധ്യായം, ബുക്ക് ഓഫ് യോവൽ അധ്യായം 2:25 എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. योएल नबी की किताब उसके 2:25 में ऐसा लिखा है, जिन वर्षों की उपज अरबे नामक टिड्डियों और यलेक और हासिल ने और गाजब नामक टिड्डियों ने, अर्थात मेरे बड़े दल ने, जिसको मैंने तुम्हारे बीच भेजा, खा ली थी,
मैं उसकी हानि तुमको भर दूंगा. ഇതിലെ 4 തരത്തിലുള്ള 4 ഡയമെൻഷനുള്ള അറ്റാക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്നത് എന്റെ മഹാസൈന്യ വെട്ടുകിളി, വിട്ടില്, തുള്ളന്, പച്ചപ്പുഴു, ഇത് കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി. നമ്മുടെയൊക്കെ പലരുടെയും ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സംവത്സരങ്ങൾ, ചില വർഷങ്ങൾ, നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ചിലപ്പോൾ ഞാൻ 20 വയസ്സായി, 30 40 50 60 ലൈഫിൽ ഒന്നുമില്ല, ഞാൻ ഇത്ര വരെ ചില അനുഗ്രഹങ്ങൾ കിട്ടി, ആ വർഷങ്ങൾ കുറെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ദൈവം പറയുന്ന ആ സംവത്സരങ്ങളെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരാൻ പോകുന്നു. സോ ഞാനിത് പ്രൊഫറ്റിക്കലായിട്ട് ഒരു ഭവിഷ്യവാണിയുടെ രൂപത്തിൽ, ഒരു പ്രവചന ശബ്ദത്തിന്റെ രൂപത്തിൽ പറയുന്നു. ദൈവം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പോയ വർഷങ്ങളിലെ ചില അനുഗ്രഹങ്ങൾ, വർഷങ്ങൾ പോയി ഒത്തിരി, അതെല്ലാം ദൈവം തിരിച്ചു തരാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. और जैसे ये वचन हमने पढ़ा, उसमें चार टिड्डियों के बारे में इसमें लिखा है कि जो टिड्डियों ने खाया, और अलग अलग टिड्डियों के बारे में लिखा है, अलग अलग टिड्डियों के नाम लिखे हैं. बोला उन टिड्डियों ने जो खाया, परमेश्वर बोलते हैं मैं उन सबको वापस जो है, वो जो हानि तुम्हारे जीवन में हुआ, उस हानि को मैं भर दूंगा. और मैं इस एपिसोड के द्वारा, परमेश्वर की इस आत्मा के द्वारा मैं ये आपको ये कहना चाहता हूँ कि जो टिड्डियों ने, जो आपने पिछले कुछ दिनों में खो दिया, पिछले कुछ सालों में आपने खो दिया, जो शैतान ने आपसे छीना, या आपकी बेवकूफी के कारण कुछ आपके हाथों से चला गया, वो सारी चीजें परमेश्वर जो है वो भरने पे है. परमेश्वर उस चीज का पुनर्स्थापना करने वाला है, और परमेश्वर चीजों को रिस्टोर करने वाला है आपके जीवन में. 4 തരത്തിലുള്ള അറ്റാക്ക്, ഈ വെട്ടുകിളിയും വെട്ടിലും തുള്ളനും പച്ചക്കിളി അതും ഇതും എല്ലാം പറയും 4 തരത്തിലുള്ള അറ്റാക്കുകളാണ്. സോ ലോക്കസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വെട്ടുകിളി എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. और यहाँ पे वचन में 4 टिड्डियों के बारे में लिखा है, और 4 प्रकार की टिड्डियों के बारे में लिखा है. तो हम सीखेंगे 4 प्रकार की टिड्डियां करती क्या है, और ये 4 टिड्डियां जो है वो 4 प्रकार के अटैक हैं. जो एक युद्ध हमारे सामने आता है, एक जंग जो हमारे सामने आता है, वो परिस्थितियां जो सामने आती है, उसके बारे में वचन सिखाता है. വെട്ടുകിളി നമുക്കറിയാം, നമ്മൾ കണ്ടു കാണും. ചിലപ്പോൾ ഒരു ഏക്കർ കണക്കിന് കിടക്കുന്ന കൃഷിസ്ഥലമായിരിക്കും, ഒരു 1 2 കോടിയും ലക്ഷം കോടിക്കണക്കിന് വെട്ടുകിളി വന്ന് ഇരിക്കും. ചില വെട്ടുകളുടെ മുട്ട താഴെ ഇട്ടിരിക്കുന്നത് ഒരുമിച്ച് അത് പുറത്തിറങ്ങാൻ തുടങ്ങും. 3-4 ദിവസങ്ങളിൽ ഒരു പാടം മുഴുവൻ, അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലം മുഴുവൻ വെട്ടുകിളികൾ കൊണ്ട് നിറയും. അത് വന്നിങ്ങനെ ഇരിക്കും, ഇരുന്നങ്ങ് നശിപ്പിച്ചു പോകും. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ ഈ എള്ള് കൃഷി ചെയ്യുമായിരുന്നു. അപ്പം ഈ ചില സമയത്ത് ഒരു 10-100 പാരറ്റ്, തത്ത വന്നിരുന്നിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങ് കഴിച്ച് ഒരു 10 മിനിറ്റിൽ പോകും. അപ്പം ഞങ്ങളോട് അച്ഛൻ പറയുമായിരുന്നു ഇടയ്ക്ക് വന്ന് ഇരിക്കണം, പാട്ട കൊട്ടണം, പടക്കം പൊട്ടിക്കണം എന്നൊക്കെ. അതിനേക്കാളിലും ഭയാനകമാണ് ഈ വെട്ടുകിളി. അത് വന്നിരിക്കും, ഒറ്റയ്ക്ക് കഴിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് നശിപ്പിച്ചിട്ട് അങ്ങ് തിരിച്ചു പോകും. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള അറ്റാക്കുകൾ വന്നിട്ടുണ്ട്. ഒറ്റ അടിക്ക് എല്ലാം പോയി, നിന്ന് ഇപ്പം അനുഗ്രഹങ്ങൾ പോയി. നമ്മൾ ബുക്കിൽ അയ്യൂബിന്റെ പുസ്തകം നോക്കിയാൽ അയ്യൂബിന്റെ ഒരു ദിവസം കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പോയി. പിള്ളേര് പോയി, വൈഫ് പോയി, ബിസിനസ് പോയി, മൃഗങ്ങളെല്ലാം നശിച്ചു പോയി. ചില സമയത്ത് ഇതുപോലുള്ള അറ്റാക്കുകൾ നിങ്ങൾ ഫേസ് കാണും. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷനൂടെ പറഞ്ഞുതരാം ഒന്ന് വളരെ പെട്ടെന്ന്. ഇത് 1-2 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷേ സമയക്കുറവ് കാരണം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നമുക്കൊന്ന് പോവാം. और जैसे यहाँ पे लिखा है अरबे नामक टिड्डी, जो अरबे नामक टिड्डी है वो क्या करती है, आपने कई बार देखा होगा, जब एक खेत पक चुका है एकदम से बहुत सारी टिड्डियां आती हैं. वो एकदम से आती हैं, वो बैठ जाती है उस खेत में, या उस उपज के ऊपर बैठती है, कटनी के ऊपर बैठती है, और फिर सब कुछ खा के फिर दोबारा उड़ जाती है. जैसे जब मैं गांव में था उस टाइम पे मैंने देखा कि ऐसे टिड्डियां आते हैं, खेत में बैठते हैं और सब कुछ साफ करके, खत्म करके, नाश करके चले जाते हैं. या बचपन में जैसे मेरे पापा मेरे को बोलते थे, जो हम तिल का जो खेती करते थे उस टाइम पापा बोलते थे तिल जो है खाने के लिए बहुत सारे तोते आते थे. तो मेरे पापा मेरे को बोलते थे कि जब कटनी का समय आ गया उस टाइम बोलते थे बैठ के तुम बर्तनों को बजाना ताकि तोता आके उस पे बैठ के या खा के ना चले जाए, क्योंकि एक साथ बहुत सारे तोते आते थे और खा के एकदम से उड़ के चले जाते थे, और पूरा जो कृषि या पूरा जो खेती होता था वो नाश हो जाता. कई बार हमें भी लाइफ में ऐसा लगता है कि एकदम से हमारे हाथों से जो आशीष है, अनुग्रह है, बरकत है, वो एकदम से हमारे हाथों से जा चुका है. जैसे अय्यूब की पुस्तक भी आप पढ़ेंगे, अय्यूब के जीवन में भी एक ही दिन सब कुछ खत्म हो गया. उसके बच्चे, उसका घर, उसका पैसा, उसकी संपत्ति, उसका व्यवसाय, सब कुछ एक ही दिन में खत्म हो गया. और ऐसे लाइफ में हम भी एक्सपीरियंस करते हैं. ആ ഇലകളും എല്ലാം വന്ന് ഇത് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതാണ് വിട്ടിൽ, അല്ലെന്നുണ്ടെങ്കിൽ കെങ്ക വേം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് പതുക്കെ വീണ്ടും രണ്ടാമത് ചില ഇലകൾ വന്നു തുടങ്ങും. രണ്ടാമത് ചെറിയ ചില
എന്തോ മുട്ടുകൾ വന്നു തുടങ്ങും, ബേർഡ്സ് വന്നു തുടങ്ങും, അതിനെ കഴിച്ചുകൊണ്ടിരിക്കും പതുക്കെ പതുക്കെ പതുക്കെ, അതിനെ വളരാൻ അനുവദിക്കത്തില്ല. സോ ചില അറ്റാക്കുകൾ, ചില അസുഖങ്ങൾ എന്ന് വെച്ചാൽ കടം ഒരു സമയത്ത് 20,000 രൂപയായിരുന്നു, 3 വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ കടം കൂടി ഇപ്പോൾ 3 ലക്ഷമായി. ഒരു പ്രാവശ്യം അസുഖം ചെറിയ ഡയബറ്റീസ് ഇത് തുടങ്ങിയാണ്, പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കിഡ്നി ഫെയിലിയർ ആയിപ്പോയി. ബിസിനസ് ചെറിയ ഓരോ മാസവും കുറച്ച് കസ്റ്റമർ കുറഞ്ഞു തുടങ്ങി, പക്ഷേ ഇപ്പോൾ അതൊരു വലിയ ലെവലിലേക്കുള്ള പ്രശ്നമായി തുടങ്ങി. സോ ഇങ്ങനെയുള്ള കേങ്കർ വേമിന്റെ അറ്റാക്കുകൾ പോലുള്ള അറ്റാക്കുകൾ, ഇതെല്ലാം ഓരോ ഡൈമെൻഷനുള്ള അറ്റാക്കുകളാണ്. സോ നമുക്ക് ഇന്ന് പഠിക്കാം, ഇങ്ങനെയുള്ള ഈ സ്പിരിറ്റുകളാണ് നിങ്ങളെ പലപ്പോഴും അറ്റാക്ക് ചെയ്ത്. ലോക്കസ്റ്റ് അറ്റാക്ക്, കേങ്കർ വേം, വിട്ടിലുകൾ, രണ്ടാമത് എന്തെങ്കിലും ചെയ്യാൻ തോന്നി ആ ബിസിനസിനെ ആ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും അറ്റാക്കുകൾ. और अगला जो टिड्डी के बारे में लिखा है वो यलक के बारे में लिखा है. यलक टिड्डी क्या करती है, जैसे कुछ पौधे में आपने देखा जैसी कलियां निकलती है ये टिड्डियां आके उस पे बैठ जाती हैं, और जो कलियां या कोई छोटा सा फूल निकल के आता है उसमें से जब नया कुछ फूल या फल निकलता है वो उसको बैठ के खाते रहता है धीरे धीरे धीरे, और उसको अनुमति नहीं देता कि वो आगे बढ़े. कई बार जीवन में भी ऐसे ही होता है, जब छोटा सा आशीष आता है, छोटी सी गवाही आती है, तो शैतान जो है वो बैठ के उसको खाने की कोशिश करता है ताकि वो बड़ी आशीष या बड़ा ब्लेसिंग ना बन जाए. इसीलिए ये यलक जो टिड्डी है वही काम करती है. क्या मैं एक उदाहरण दूंगा कि छोटा एक व्यक्ति को कुछ डायबिटीज हुआ, पहले डायबिटीज के साथ शुरू हुआ, धीरे 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 करके जो है वो किडनी फेलियर तक पहुंच जाता है. कोई छोटी बीमारी से शुरू होता है, फिर धीरे 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 करके वो छोटी बीमारी जो है बड़ी बीमारी में बदल जाता है. सो यलक टिड्डी जो है वो यही काम करता है. തുള്ളന്, അടുത്ത മൂന്നാമത്തെ തുള്ളൻ എന്ന് മലയാളത്തിൽ പറയുന്നത് കേറ്റർപില്ലർ. അതെന്താണ് ചെയ്തതെന്ന് വെച്ചാല് നമ്മുടെ ഫ്രൂട്ട്സ് വന്നു തുടങ്ങുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ പഴങ്ങൾ വന്നു തുടങ്ങും, ഇത് കഴിച്ചു പോയി, പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഇവിടുന്ന് ഒരു പഴങ്ങൾ വന്നു, ചില അനുഗ്രഹങ്ങൾ വന്നു, ആ ഫ്രൂട്ട്സിനെ ഇത് അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഈ മൂന്നാമത്തെ കേങ്കർ വേം അല്ലെങ്കിൽ തുള്ളൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു ജീവി ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ചെറിയ അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങി, പലത് ഫെയിലിയർ ആയെങ്കിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങി, പിള്ളേർ എവിടെന്നെങ്കിലും നമ്മുടെ ജോലി പോയെങ്കിൽ മക്കൾ അയച്ചു തന്നു പൈസ, അവരുടെയും ജോലി പോയി. സോ വരുന്ന ഫലങ്ങളെ എല്ലാം കഴിച്ചു തുടങ്ങി. ഇതും ഒരു സ്പിരിറ്റ് അറ്റാക്ക് ആണ്. കാരണം ഒരാൾ നശിക്കാൻ പോകുന്ന സമയത്ത് ഒന്നല്ല 4 തരത്തിലുള്ള അറ്റാക്കാണ് വരുന്നത്. ആദ്യം ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം വെട്ടുകിളികൾ വരുന്നു, പിന്നെ വേറെ തുള്ളൻ വരുന്നു, വിട്ടിൽ വരുന്നു. ഇതെല്ലാം 3 തരത്തിലുള്ള അറ്റാക്കുകളാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാളെ അങ്ങ് സത്യനാശമാക്കും, നമ്മൾ മലയാളത്തിൽ പറയുന്നത് നശിപ്പിച്ച് നാറാണക്കല്ലാക്കുന്ന ആ ഒരു തരം അറ്റാക്കുകളാണ്. പലപ്പോഴും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് ലൈഫിൽ. ഈ ഓരോ സമയങ്ങളിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അന്നേരം മനസ്സിലാകത്തില്ല ഇത് എന്താണ്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ അറ്റാക്ക് ആയിരുന്നു എന്ന്. और जो तीसरे नामक जो टिड्डी के बारे में लिखा है वो है हासिल. हासिल टिड्डी क्या करता है, जैसे पौधे में जब पत्ते खत्म हो गए, जो येलक नामक टिड्डी ने पत्ते खा लिए, छोटे छोटे अंकुर आ रहे थे वो खा लिए, बट उसके बाद भी अगर कुछ रह गया, फल निकल के आ गया, तो ये जो टिड्डी है फल को खा जाती है. मतलब कहीं ना कहीं से अगर कुछ फल निकलने लग गया कोई पेड़ में या किसी पौधे में, उस फल को भी खा जाती है लाइफ में. इसका मतलब जब हमारे हाथों में यलक ने और अरबे नामक टिड्डी ने खा के उसके बाद भी कुछ रह गया, हमारे पास कोई फल है, उस फल को भी, उस आशीष को भी, उस अनुग्रह को भी ये टिड्डी आके खा जाती है. और मैं ये कहना चाहता हूँ, ऐसा लगता है कि सब कुछ खत्म कर देता है ये टिड्डी जो है, सब कुछ खत्म कर देता है और एक मनुष्य को बिल्कुल नाश करने तक वहां तक लेके आ जाता है. ലാസ്റ്റ് വരുന്നതാണ് പ്രാമവേം, അല്ലെന്നുണ്ടെങ്കിൽ പച്ചപ്പുഴു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 3 പേരും എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിന്ന് കളയാൻ വേണ്ടി മരവും ഇലകളും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടെ അങ്ങ് നശിപ്പിക്കാൻ വരുക. നമ്മള് ചില ഈ എന്താ പറയുന്നത് സിനിമ കണ്ടു കാണുമല്ലോ, ഈ ഒരു സൈന്യം മറ്റൊരു സൈന്യത്തെ കൊന്നു കളയുമ്പോൾ മറ്റേ സൈന്യം ഫുള്ള് നശിച്ചു. അപ്പൊ ഇങ്ങനെ മറ്റേ സൈനികരെ 100-500 സൈനികരെ ഇങ്ങനെ കിടക്കുകയായിരിക്കും ബോഡി. അപ്പൊ ഈ ലാസ്റ്റ് ഇവരുടെ ബോസ് ഒന്ന് വരും. ലാസ്റ്റ് ബോസ് വന്നിട്ട് മറ്റേ ഒരു കൊണ്ട കാണിക്കും, ഇത്രയും പേരെ കൊന്ന് ഞങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന്. ബോസ് എന്താ എന്താന്ന് വെച്ചാൽ ഈ ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചിട്ട് എല്ലായിടും ഇങ്ങനെ കടകട വെടിവെക്കും. ആരെങ്കിലും ഇത്തിരിയെങ്കിലും ജീവനോടെ കിടപ്പുണ്ടെങ്കിൽ അവനും പോട്ടെ, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ്. സോ പലരുടെ ലൈഫ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഗോൺ. കടം കയറി മുട്ടി നിൽക്കുന്നു, വസ്തു എല്ലാം വിറ്റു, ജോലി ആർക്കും ഇല്ല, അസുഖങ്ങളും പ്രശ്നങ്ങളും അതുമായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നത്
ഒരു റിസ്റ്റോറേഷന്റെ ടൈം. ഞാനിത് സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ്. കാരണം ഈ മെസ്സേജ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവഭാഗ്യം വേണം. കാരണം എനിക്കറിയാം ബൈബിൾ പറയുന്നത് ഞാൻ വിളിക്കാതെ ആരും എൻ്റെ അടുക്ക വരത്തില്ല. അപ്പൊ ഈ വചനം കേൾക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുക കർത്താവ് ഇന്ന് ഹാർവസ്റ്റ് ടി വി കൂടെ. ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ് ഒരു വലിയ രണ്ടാമത് ഒരു വലിയ അനുഗ്രഹങ്ങൾ പുനർസ്ഥാപിക്കാൻ പോകുന്നത്. പോയ ചില ദിവസങ്ങൾ, പോയ ചില അനുഗ്രഹങ്ങൾ, പോയ ചില വസ്തുവകൾ, ഇതെല്ലാം ദൈവം പുനർസ്ഥാപിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. आमीन। और ये गाजम नामक जो आखिरी चौथे टिड्डी के बारे में लिखा है, ये क्या करता है? गाजम मतलब पहले अरबे ने जो खा लिया, खा के थोड़ा छोड़ दिया, फिर हासिल येलक ने खाया, फिर हासिल ने खाया, इन तीनों के खाने के बाद भी थोड़ा बहुत भी कुछ भी रह गया तो ये वाली जो गजम नामक जो टिड्डी है ये आती है और पूरा खत्म कर देती है। कई बार आपने देखा होगा मूवी में या आपने न्यूज़ में सुना होगा, जैसे एक राज्य जब दूसरे राज्य के साथ युद्ध में जीत जाती है और उसका सैनिक जब आता है और वो दिखाते हैं कि अच्छा हमने इतने लोगों को मार दिया, उनकी बॉडीज नीचे पड़ी होती है, तो जब बॉस आता है, जब उनका सैनिक का जो अधिकारी आता है, वो क्या करता है? वो बंदूक को बाहर निकालता है, बंदूक निकाल के एकदम से सबको मार देता है कि किसी में अगर थोड़ी सी भी जान बचे तो उसको भी मार डालता है। तो ये गाजम नामक जो टिड्डी है यही काम करता है। किसी के अंदर थोड़ा सा भी अगर अंश भी रह गया एक जीवन का या आगे बढ़ने का थोड़ा सा भी अंश रह गया, वो उसको भी खत्म कर देता है और मनुष्य बिल्कुल सत्यानाश हो जाता है। कई बार आपने जीवन में एक्सपीरियंस किया होगा या आज आप इस संदेश को सुन रहे हैं। मेरा विश्वास है जैसे आज ये संदेश जो है मैंने स्वर्ग की ओर से सुना, ये वर्ड जो है, शब्द जो है मैंने स्वर्ग की ओर से सुना। अगर आप ये बैठ के संदेश सुन रहे हैं हार्वेस्ट टीवी के माध्यम के द्वारा, मेरा विश्वास है कि पवित्र आत्मा आज आपके जीवन में अद्भुत कार्य कर रहा है और पवित्र आत्मा पुनर्स्थापना आपके जीवन में करने जा रहा है। जो टिड्डियों ने खाया आपके जीवन में, इतने सालों में खाया, आपको पूरे कर्जों में डुबो दिया, आपका शरीर खत्म हो चुका, हर चीज लाइफ में ऐसा लग रहा है सब कुछ खत्म हो गया, बट मेरा वचन प्रभु आपको ये कहना चाहता है कि मैं जो टिड्डियों ने खाया मैं उसकी हानि भरने पर हूं और परमेश्वर आपको पुनर्स्थापना करेगा, परमेश्वर आपको एक नया जीवन देगा। ഹല്ലേലൂയ. അതിന്റെ ഈ അറ്റാക്കുകൾ വരുന്നതിന്റെ പലപ്പോഴും കാരണം ഒന്ന് മൂർത്തിപൂജ ആയിരിക്കാം, രണ്ട് ലൈഫിലുള്ള പാപങ്ങൾ. യേശുവിനെ അറിഞ്ഞതിന് ശേഷം പാപം നിറഞ്ഞ ഒരു ജീവിതം നടന്നുകൊണ്ടിരിക്കുക. അത് വ്യഭിചാരത്തിന്റെ പാപമായിരിക്കാം, ദൈവദാസന്മാരെ കുറ്റം പറയുന്ന പാപമായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുന്നതായിരിക്കാം, അഹങ്കാരവും ഗമയും കൊണ്ട് നടക്കുന്ന പാപങ്ങളായിരിക്കാം. പല പല പാപങ്ങളുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പല പല കാരണങ്ങളിൽ കൂടെ ഈ ശാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അതല്ലാതെ തന്നെ ഒരു മേജർ, ഞാൻ ഇന്ന് അതുകൂടെ പറഞ്ഞ് പിന്നെ അതിനുള്ള സൊല്യൂഷനും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം. और कई बार क्यों ऐसे टिड्डियां आती हैं हमारे जीवन से, क्यों खा जाते हैं? उसके बहुत सारे कारण हो सकते हैं। पहला कारण ये है मूर्ति पूजा। आप प्रभु को जानने के बाद भी आप मूर्ति पूजा में जा रहे हैं, आप मूर्तियों के सामने दंडवत कर रहे हैं, वो हो सकता है। आप अलग अलग पास्टरों के विषय में उनके बुराई करते हैं, आप झूठ बोलते हैं, आप गलत गलत काम करते हैं, पाप में हैं आप, तो इस कारण ये टिड्डियां आके आपके जीवन को अटैक कर सकते हैं। നമുക്കൊന്ന് പഠിക്കാം മലാക്കിയുടെ അധ്യായം 2:10 മുതൽ 3:10 മുതൽ 12 വരെ. അതിൽ എഴുതിയിരിക്കുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. मलाकी की पुस्तक 3:11 में ऐसे लिखा है, तुम्हारे लिए मैं तुम्हारे लिए नाश करने वाले को ऐसे खुड़कूंगा कि वह तुम्हारी भूमि की उपज नष्ट न करेगा और तुम्हारे दाखलताओं के फल कच्चे न गिरेंगे, सेनाओं के यहोवा का यही वचन है. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു മേജർ കാരണമായിട്ട്, ഞാൻ വേൾഡ് ചർച്ചിൽ ഒരു ചർച്ചിൽ പോകുന്ന 100 പേരിൽ 100 പേരുണ്ടെങ്കിൽ 20% ആളുകളാണ് കറക്റ്റ് ദശാംശം കൊടുക്കുന്നത്. ബാക്കി 80% ആളുകളും ദശാംശം കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ചർച്ചിൽ പോയി നോക്കിയാൽ പലപ്പോഴും സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്ന 100-ൽ 20 പേരേ ഉള്ളായിരിക്കും. ബാക്കി 80 പേരും കടവും പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നത്. അതിന്റെ ഒരു കാരണം, മേജർ റീസൺസ് ആണ് നമ്മൾ ദശാംശം കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ദശാംശം നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് 10 മിനിമം പറയുന്നു, 20 എങ്കിലും കൊടുക്കണം മിനിമം, ദശാംശവും ഓഫറിങ്ങും എല്ലാം കൂടെ കൂട്ടി. കൊടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വെട്ടുകിളിയെ ശാസിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വെട്ടുകിളിയെ ശാസിക്കാൻ ദൈവം അവന്റെ വചനം കൊണ്ട് എപ്പോഴും ഇതാണ്. ദൈവം വചനം ഒരിക്കലും തെറ്റായിട്ട്, കാരണം
ഗവൺമെന്റ് വിചാരിച്ചു, ഗവൺമെന്റ് 50 രൂപ ഗവൺമെന്റ് പറയുക നമ്മൾ രണ്ടുപേരൂടെ ആക്കി 500 രൂപ, നിങ്ങൾ 50 രൂപ നാളെ മുതൽ 500 ആക്കാൻ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്ത്, ഈവൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ പോലും നടക്കത്തില്ല 50-500 ആക്കി ഇത് ചെയ്യാന്ന്. അതിന് നിയമം കൊണ്ടുവരണം, പല പല കാര്യങ്ങളുണ്ട്. സോ കർത്താവിന്റെ നിയമം അനുസരിച്ച്, ലോ അനുസരിച്ച് നമ്മൾ ദശാംശം കൊടുത്താൽ മാത്രമേ ആ വെട്ടുകിളികളെ ശാസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം, ഇത് ഞാൻ പറയുന്ന കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി എഴുതിയ ബുക്കായത്, അപ്പൻ മക്കളോട് പറയുന്ന കാര്യമാണ്. മറ്റുള്ളവർ അതാ ഇതാ അങ്ങനാണോ ഇങ്ങനാണോ അതവർ പറഞ്ഞോട്ടെ, കാരണം ഇത് മക്കൾക്ക് വേണ്ടി എഴുതിയേക്കുന്നതാ. ആ കുടുംബത്തിന്റെ, യഹോവയുടെ കുടുംബത്തിന്റെ, യേശുവിന്റെ കുടുംബത്തിന്റെ റൂളായത്. അത് ഫോളോ ചെയ്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ദശാംശം കൊടുത്തു വന്ന ആളാണ്. ഡേ 1 2006 കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ ഇന്ന് വരെ കൊടുക്കുന്നു, ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാ വർഷങ്ങളും അത് കൂട്ടാൻ നോക്കുന്നു. കാരണം അതിന്റെ ഫലം അനുഭവിച്ച, അനുഗ്രഹങ്ങൾ അനുഭവിച്ച, അനുഭവിച്ച ആളായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. സോ അത് ചെയ്യുക. ഈ അറ്റാക്കുകളിൽ നിന്നും പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്കും കുടുംബത്തിനും പുറത്തോട്ട് വരാം. और सबसे बड़ा कारण जो है, ये टिड्डियां क्यों एक व्यक्ति के जीवन में, एक विश्वासी के जीवन में टिड्डियां आके क्यों सब कुछ सत्यानाश करके जाती है, वो इसीलिए है क्योंकि मलाकी की पुस्तक में परमेश्वर ने बोला कि तुम सारे दशांश को भंडार में नहीं लेके आते. ये वचन जो है ये विश्वासियों के लिए लिखा गया है, और परमेश्वर का वचन कहता है कि तुम अपने कमाई का जो 10वां हिस्सा है, मिनिमम जो 10% है, उसको आप परमेश्वर के भवन में नहीं लेके आते. अगर आप विश्वासी हो, आप 10वां हिस्सा, आपका कमाई जो है उसका 10वां हिस्सा, और मैं कहता हूं कि आप 20% बोइए, क्योंकि दशांश और ऑफरिंग सब मिला के. और जब कलीसिया देखा जाता है, कलीसिया में 100% में सिर्फ 80% लोग ही हैं जो 20% लोग ही हैं जो कलीसिया में दशांश लगातार बोते हैं, और 80% जो है वो दशांश नहीं देते. और इसीलिए उनके लाइफ में, जीवन में परेशानियां हर बार रहती है, ठहरती है. ये टिड्डियां आके जीवन में खत्म करती रहती है. क्यों? क्योंकि वो दशांश विश्वास योग्य नहीं है. और परमेश्वर कहता है यदि हम दशांश विश्वास योग्य होंगे तो परमेश्वर जो भी नाश करने वाली वस्तु, ये टिड्डियों की जो भी योजनाएं हैं, परमेश्वर उसको डांटेगा, वो खुड़केगा. ये परमेश्वर का वायदा है. ബൈബിൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മോഷ്ടിക്കുന്നു, യു ലൂട്ട് മീ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നിൽ നിന്ന് മോഷ്ടിക്കുന്നു. കർത്താവ് ദൈവത്തിൽ നിന്ന് ആരാണ് മോഷ്ടിക്കാൻ പറ്റുന്നത്? പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദശാംശം കൊടുക്കാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പങ്കിനെയാണ് അതിൽ നിന്ന് മോഷ്ടിക്കുന്നതെന്ന് പറയുന്നത്. മോഷ്ടിക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കടയിൽ പോയി എടുത്തു, പൈസ കൊടുക്കാതെ എന്തെങ്കിലും എടുത്ത് വീട്ടിലിട്ട് പോകുന്നതിനാണ് മോഷ്ടിക്കുന്ന പറയുന്നത്. പലപ്പോഴും പലരും ദശാംശം കൊടുക്കാതെ, അതിന്റെ അർത്ഥം നിങ്ങൾ ദശാംശം കൊടുക്കാതെ ഇന്ന് തുണി മേടിച്ചിട്ടുണ്ടെങ്കിൽ, ദശാംശം കൊടുക്കാത്ത പൈസ കൊണ്ടാണ് ഈ TV മേടിച്ചെങ്കിൽ, നിങ്ങൾ മോഷ്ടിച്ച പണം കൊണ്ടാണ് മേടിച്ചത്. അത് തിരിച്ചു കൊടുക്കണം. കാരണം മോഷ്ടിക്കുന്നവരുടെ വീട്ടിൽ ഒരിക്കലും അനുഗ്രഹമില്ല. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മോഷ്ടിക്കുന്നവരുടെ വീട്ട് സത്യനാശമായി പോകുന്നു, നാരണക്കല്ലെടുത്ത് പോകുന്നു, നശിച്ചു പോകുന്നു. സോ അത് ചെയ്യാതെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പാർട്ടായിട്ടിരിക്കുന്ന ദൈവസഭയിൽ നിങ്ങൾ എവിടെ നിന്നാണോ വചനം കഴിക്കുന്നത്, ദശാംശം അവിടത്തേക്ക് കൊടുക്കണം. പിന്നെ ഞങ്ങളെ പോലുള്ള നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തകർക്ക് അതിനുവേണ്ടി ഓഹരികൾ മാറ്റിവെക്കുക, സ്പെഷ്യൽ ഓഫറിങ്ങുകൾ അയക്കുക, അതിനുവേണ്ടി സപ്പോർട്ടുകൾ അയക്കുക. അത് ദശാംശം കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളോ പറയാം, ഞാൻ ഓൺലൈൻ ഏതെങ്കിലും സഭയിലാണ്, ഞാൻ അവിടെ നിന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ചർച്ച ഏതെങ്കിലും മെമ്പറാണോ, അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അത് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളും അറ്റാക്കുകളും ഒക്കെ വരും. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നും കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞു നിർത്താം. 2-3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. और एक जगह में लिखा है कि तुम परमेश्वर को लूटते हो. इसका मतलब जो व्यक्ति परमेश्वर को दशांश नहीं देता, या कलीसिया में, जिस कलीसिया में आप जाते हो वहां पे आप दशांश नहीं दे रहे, तो हम परमेश्वर को लूटते हैं. इसका मतलब अगर आपने दशांश नहीं दिया और आपने उसी पैसे से जाके आपने सूट ले लिया, या आपने घर के लिए TV खरीद लिया, फ्रिज ले लिया, इसका मतलब आपने चोरी के पैसे से वो सामान खरीदा. और आप चोरी के पैसे से आप कपड़ा ले रहे हो, आप TV ले रहे हो, आप फ्रिज ले रहे हो, या आपने राशन भी लिया, तो आप चोरी के पैसे से ले रहे हो. और जब चोरी करते हैं उसमें परमेश्वर कैसे आपको आशीष दे सकता है? सो इसीलिए परमेश्वर आशीष नहीं दे सकता, क्योंकि हम उसको चोरी करते हैं अगर हम दशांश नहीं देते. दशांश, जिस कलीसिया में आप जाते हो वहां पे आपने दशांश देना है. और ऑफरिंग जो है, जो स्पेशल ऑफरिंग्स आप भेजते हो, जैसे आप नॉर्थ इंडिया के लिए भेजते हो, या आप बोल रहे हो कि मैं किसी चर्च का मेंबर नहीं हूं, मैं तो ऑनलाइन संदेश को सुनता हूं, तो ऑनलाइन जिस चर्च का आप संदेश सुनते हो उस चर्च के लिए आप अपने दशांश को भेजिए. और ऑफरिंग आप किसी को भी दे सकते हैं, स्पेशल ऑफरिंग आप किसी को भी दे सकते हैं. ഹല്ലേലൂയ. അതുപോലെ ഞാനിപ്പോ പറയാൻ വരുന്ന വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ജോയൽ നബിയുടെ അത് 2:19 പഠിക്കുന്ന സമയത്ത് അതിൽ ദൈവം എഴുതിയേക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വൈൻ തരും, ഞാൻ നിങ്ങൾക്ക് അന്നം തരും, ഞാൻ നിങ്ങൾക്ക് ഒഴി തരും.
വൈന്, അന്നം, ഓയില്. അന്നം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം, ഓയിൽ എന്ന് അല്ലെന്ന് വൈന്, അല്ലെന്നുണ്ടെങ്കിൽ ദാക്രസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന എന്താ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് വൈന്. സോ അത് ഈ മുന്തിരി നിറങ്ങുന്ന രസം. മൂന്നാമത്തെ ഓയില്, അത് പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ പരിശുദ്ധാത്മാവും, മൂന്നാമത്തെ അനോയിന്റിങ്ങും. സോ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ വചനം പഠിക്കണം വീട്ടിൽ ഇരുന്ന്. വചനം ബ്രെഡാണ്, റൊട്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആഹാരമാണ്. അത് കഴിക്കുക, വചനം പഠിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആ വൈൻ റിലീസാവും. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മേളിലേക്ക് ദൈവം ആ ഓയിലിനെ അയക്കും, അനോയിന്റിങ്ങിനെ അയക്കും. ഈ മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അനോയിന്റിങ് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഒരു ഹീറ്റ് ശരീരത്തിൽ, നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഡെവലപ്പ് ആവും. ഈ ചൂട് ആകുന്ന സമയത്ത് ഇരിക്കുന്ന എല്ലാ കിളികളെയും, വെട്ടുകിളിയെയും, തുള്ളനെയും, വീട്ടിലിനെയും, പച്ചപ്പുഴുവിനെയും എല്ലാം ഓടിക്കാൻ ഈ കാര്യത്തിന് പറ്റും. ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുണ്ട്, അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് ചെറിയ രീതിയിൽ പറയുകയാണ്. വചനം പഠിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അനോയിന്റിങ് വരിക. ഇത് ഇത്രയും ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതെല്ലാം റീസ്റ്റോർ ആവും. റീസ്റ്റോറേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ വേണം. ഇതൊരു റെവലേഷനായിട്ട് ദൈവം തന്നതാണ്. ഞാൻ പറയുന്നു, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം നല്ല രീതിയിൽ റീസ്റ്റോർ ആവും യേശുവിന്റെ നാമത്തിൽ. और जब आप योएल नबी की पुस्तक पढ़ते हैं 2:19 में, वहां परमेश्वर ये कहता है कि मैं तुझे नया अन्न, दाखमधु और तेल दूंगा. जब अन्न, दाखमधु और तेल आप देखते हैं, आप नया नियम में आते हैं, तो अन्न जो है वो परमेश्वर का वचन है. डेली जब आप परमेश्वर के वचन पढ़ते हैं, आप परमेश्वर की उस आत्मा में आगे बढ़ते हैं. दाखरस जो है वो पवित्र आत्मा है. जब आप वचन पढ़ते हैं, आप परमेश्वर की उस पवित्र आत्मा में बढ़ते हैं. आप अन्य भाषा में प्रार्थना करना शुरू करते हैं. और जो तेल है वो रिजेंबल करता है वो अभिषेक को, परमेश्वर के मसा को. और वचन कहता है मसा ही तेरे हर एक जुए को तोड़ता है. सो वचन पढ़ना है. जब हम वचन पढ़ते हैं, हम पवित्र आत्मा से भरते हैं. और जब हम पवित्र आत्मा से भरते हैं, हम एक नए अभिषेक को अपने जीवन में रिसीव करते हैं. और ये सारी जो टिड्डियां हैं, जो भी नाम की टिड्डियां आज हमने पढ़ी, वो सारी टिड्डियां, जो सारे अटैक्स हैं, आपके जीवन से खत्म हो जाएंगे. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീസസ് കിച്ചൺ, നമ്മൾ ഒരു ദിവസം 250-300 പേർക്ക് ആഹാരം കൊടുക്കുന്നു, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ചില ഫോട്ടോസ് ഞങ്ങളിപ്പോൾ കാണിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പാംഫ്ലെറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാംഫ്ലെറ്റിന് ₹1.30 വരുന്നത്. ഒരു 1000-ഓ 2000-ഓ 5000-ഓ പാംഫ്ലെറ്റുകൾ സ്പോൺസർ ചെയ്യുക. നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു ആളുകളെ, ആത്മാക്കളെ നിങ്ങൾ നേടുന്ന സമയത്ത് ഒരു വലിയ റീസ്റ്റോറേഷൻ അങ്ങയുടെയും കുടുംബത്തിലേക്ക് വരുമെന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1-2 ചെറിയ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നു. ഫോട്ടോസൊക്കെ കാണാം ജീസസ് കിച്ചൻ്റെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.